നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. സമസ്തയ്ക്കെതിരെ മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയ്ക്കെതിരെ കത്തോലിക്ക സഭയുടെ മുഖപത്രം ദീപിക എഡിറ്റോറിയൽ എഴുതി രംഗത്ത് വന്നിരിക്കുകയാണ്. ദീപിക രംഗത്ത് വന്നു എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭ രംഗത്ത് വന്നു എന്ന് തന്നെയാണ് അർത്ഥം. സ്കൂൾ സമയം വർദ്ധിപ്പിക്കുന്നതിനെതിരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ശക്തിയായി രംഗത്ത് വന്നിരുന്നു. അത് മുസ്ലിം കുട്ടികളുടെ മദ്രസ പഠനത്തെ ബാധിക്കും. അതുകൊണ്ട് രാവിലെയും വൈകിട്ടും അരമണിക്കൂർ നേരം സ്കൂളുകളിലെ പഠന സമയം വർദ്ധിപ്പിക്കുന്നത് കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാകുമെന്നാണ് സമസ്ത വാദിക്കുന്നത്. ഇക്കാര്യത്തിൽ സമസ്ത വളരെ ശക്തിയായ നിലപാടാണ് എടുത്തത്. സമസ്ത മാത്രമല്ല, മറ്റു ചില മുസ്ലിം സംഘടനകളും ഇക്കാര്യത്തിൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും സ്കൂളുകളിലെ പഠന സമയം വർദ്ധിപ്പിക്കുന്നതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. ഇതിനെതിരെയാണ് ദീപികയിൽ എഡിറ്റോറിയൽ എഴുതി കത്തോലിക്ക സഭ അതിശക്തമായി പ്രതികരിച്ചത്. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മതേതരത്വവും ജനാധിപത്യവും നീക്കം ചെയ്യാൻ പാടില്ല എന്നൊക്കെ വാദിക്കുന്നവർ തന്നെ ഇപ്പോൾ മത അടിസ്ഥാനത്തിലുള്ള ചില തീരുമാനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണെന്ന് ആ എഡിറ്റോറിയൽ പറയുന്നു. മുസ്ലിം കുട്ടികൾക്ക് പ്രത്യേകമായ ചില ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച അവർക്ക് 1 മണിക്കൂർ പ്രാർത്ഥിക്കാനുള്ള സമയം എല്ലാ സ്കൂളുകളിലും നൽകുന്നു. അത്തരം കാര്യങ്ങൾ സൗജന്യമായി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തങ്ങൾക്ക് വേണ്ട എന്നിവർ പറയാറില്ല. എന്നാൽ മറ്റ് സമുദായങ്ങളാകട്ടെ ഇത്തരം കാര്യങ്ങളൊന്നും നേടാറുമില്ല. അതുകൊണ്ട് പലപ്പോഴും അധികാര കേന്ദ്രങ്ങളെ പ്രീണിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഇത്തരം സൗജന്യങ്ങൾ നേടുന്ന ആൾക്കാർ ഇപ്പോൾ തങ്ങളുടെ മതപഠനത്തിലുള്ള സമയം കുറഞ്ഞു പോകുമെന്ന് കരുതി സർക്കാരുകളെ ഭീഷണിപ്പെടുത്തുന്നത് വലിയ അപകടത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് കത്തോലിക്ക സഭയുടെ മുഖപത്രം പറയുന്നു. ഏതായാലും ഇത്തരത്തിലൊരു എഡിറ്റോറിയൽ കത്തോലിക്ക സഭയുടേതായി അല്ലെങ്കിൽ സഭയുടെ മുഖപത്രമായ ദീപികയിൽ വന്നത് വലിയ രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നാണ് സത്യം. കാരണം ക്രൈസ്തവ വിഭാഗങ്ങളൊക്കെ അവരുടെ മതപഠനം നടത്തുന്നത് സൺഡേ സ്കൂളുകളിലാണ്. അത് ഞായറാഴ്ച ദിവസമാണ്. അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങളെല്ലാം ഈ ഞായറാഴ്ച അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലാണ് ഇത്തരം മതപഠനത്തിലുള്ള വേളകളൊക്കെ തിരഞ്ഞെടുക്കുന്നത്. എല്ലാ ദിവസവും മതപഠനം നടത്തുകയും മതപഠനം കഴിഞ്ഞു മതി സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുകയും ചെയ്യുന്നത് എന്ത് പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണോ എന്നാണ് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ മുഖപ്രസംഗം ചോദിക്കുന്നത്. അത് ഒരു വെറും ചോദ്യമല്ല. കാരണം ഇതിന് പിന്നിൽ മറ്റൊരു നീക്കം നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറേ എഡിറ്റോറിയലുകൾ BJP സർക്കാരിനെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും ദീപികയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ക്രൈസ്തവർ ഉത്തരേന്ത്യയിൽ ആക്രമിക്കപ്പെടുന്നതിനെതിരെയൊക്കെ ദീപികയിൽ എഡിറ്റോറിയൽ വന്നിരുന്നു. ഇത് BJP നേതൃത്വത്തെ നന്നായി ചൊടിപ്പിച്ചു എന്ന് കത്തോലിക്ക സഭാ നേതൃത്വത്തിന് മനസ്സിലായി എന്നാണ് അവരുമായി ബന്ധപ്പെട്ട ചില ആളുകൾ രഹസ്യമായി പറഞ്ഞത്. അപ്പോൾ BJP നേതൃത്വത്തെ ഒന്ന് സന്തോഷിപ്പിക്കാൻ തങ്ങൾ ഇടത് സർക്കാരിനും അല്ലെങ്കിൽ മുസ്ലിം തീവ്ര ചിന്താഗതിക്കാർക്കും എതിരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കത്തോലിക്ക സഭ മനഃപൂർവ്വം ഒപ്പിച്ചൊരു വിദ്യയാണ് ഈ എഡിറ്റോറിയൽ അല്ലെങ്കിൽ ഈ ദീപികയിലെ ഈ എഡിറ്റോറിയൽ എന്നാണ് ചില ആളുകൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. പ്രത്യേകിച്ച് സഭയുമായി ബന്ധപ്പെട്ട ചില മാധ്യമപ്രവർത്തകരോടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് തൽക്കാലം BJP നേതൃത്വത്തെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി സമസ്തയ്ക്കെതിരെ അല്ലെങ്കിൽ സമസ്തയുടെ ഈ ആവശ്യത്തിനെതിരെ തിരിഞ്ഞതാണ് എന്നാണ് പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഇടതു സർക്കാരിനെ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളും ഇടതു സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കത്തോലിക്ക സഭയും ക്രൈസ്തവരും കാഴ്ചക്കാരില്ല, ഞങ്ങൾക്ക് ചില അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് അവർ ബോധ്യപ്പെടുത്തി തരുന്നതാണ് ഈ എഡിറ്റോറിയലിലൂടെ എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, മുസ്ലിം മാനേജ്മെന്റുകളിൽ അടുത്ത കാലത്ത് വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിം മാനേജുകൾ നടത്തുന്ന ശക്തമായ ചില ഇടപെടലിനെതിരെ വികാരങ്ങൾ ഉയർന്നു വന്നത് ക്രൈസ്തവ സഭകളിൽ നിന്നാണ്. ശക്തിയായ എതിർപ്പുകളും ക്രൈസ്തവ സഭകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ BJP നേതൃത്വത്തിനെതിരെ നിരന്തരം എഡിറ്റോറിയലുകൾ എഴുതി അവർക്ക് ശല്യമായി എന്ന് തോന്നുന്ന സമയത്ത് അന്നാലൊന്ന് മുസ്ലിം സംഘടനകൾക്കുമെതിരെ തിരിഞ്ഞേക്കാം, അതുകൊണ്ട് ഞങ്ങൾ എല്ലായിടത്തും ഒരു ബാലൻസ് കാണിക്കുന്നു എന്ന പഴയ തന്ത്രം സഭ പൊടിതട്ടിയെടുക്കുകയാണെന്നാണ് ചില ആളുകൾ പറയുന്നത്. ഏതായാലും സ്കൂളുകളിലെ പഠന സമയം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നത് സഭയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ഏറ്റവും അധികം എയ്ഡഡ് സ്കൂളുകൾ നടത്തിക്കൊണ്ടുപോകുന്നത് കേരളത്തിൽ കത്തോലിക്ക സഭയും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളാണ്. അതുകൊണ്ട് അവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഈ സമയം ദീർഘിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് അവരുടെ പാഠ്യപദ്ധതിയെയും പഠന സംസ്കാരത്തെയും ബാധിക്കുമെന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇവർ ഈ മുസ്ലിം സംഘടനകൾക്കെതിരെ രംഗത്ത് വന്നതെന്നും ചില കത്തോലിക്ക സഭാ മേലധ്യക്ഷന്മാർ നമ്മളോട് രഹസ്യമായി പറഞ്ഞു. പക്ഷേ ഏതായാലും BJP സർക്കാരിനെ ഒന്ന് സുഖിപ്പിച്ചു നിർത്തുക എന്നുള്ളൊരു തന്ത്രം ഈ എഡിറ്റോറിയലിന് പിന്നിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.